ഹലോ മക്കളെ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എഡ്യൂബോർഡ്. എല്ലാ മക്കൾക്കും എഡ്യൂബോർഡിലേക്ക് സ്വാഗതം. ഇവിടെ ചിത്രത്തിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് ഇവിടെ സ്ലൈഡ് കാണുന്നുണ്ടാവും അല്ലേ? ഓണ പരീക്ഷയ്ക്ക് നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാറേ നമുക്ക് പഠിക്കാനുള്ള 3 ചാപ്റ്ററിലെയും കംപ്ലീറ്റ് ഗ്രാഫ്സ് ആൻഡ് ഡയഗ്രാംസിന്റെ വീഡിയോ ചെയ്യുമോ? ഞാൻ പറഞ്ഞു സമയമുണ്ടേ മക്കളെ, നിങ്ങൾക്ക് എന്തായിരിക്കും ചെയ്തിരിക്കുന്നത്? സമയമുണ്ട് മക്കളെ, നമുക്ക് ഇനിയും പഠിക്കാൻ സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഞാൻ ആ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കണേ. നമ്മൾ ഈ പറയേണ്ട 1, 2, 3 മൈക്രോ എക്കണോമിക്സിലെ ഈ 3 ചാപ്റ്റർ നമുക്ക് വരുന്ന എല്ലാ കംപ്ലീറ്റ് ഡയഗ്രാംസ് ആൻഡ് ഗ്രാഫ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ. നമ്മുടെ ഈ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ആദ്യമായിട്ട് പഠിക്കേണ്ട ഗ്രാഫ് ഏതാണ്? വേറെ ഏതുമല്ല, എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. ഞാനിങ്ങനെ വരക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടാവും. വേറെ ആരുമല്ല, നമ്മൾ ആരെ വരക്കുന്നത്? ഈ വരച്ചിരിക്കുന്ന ആള് ആരാണത്? വേറെ ആരുമല്ല, നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ആരാണ്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഷേപ്പ് എങ്ങനെയാണ് കിട്ടുന്നത് കേട്ടോ. ഇനി 2 ഗുഡ്സ് ആയിരിക്കും ഉണ്ടാവും അല്ലേ? ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഗുഡ് 1 കൊടുക്കും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഗുഡ് 2 ആണ് കൊടുക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമുക്ക് വരുന്ന മെയിൻ ആയിട്ടുള്ള കർവ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കണം. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ നമുക്കറിയാം, സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ പറഞ്ഞ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ആണല്ലേ, അല്ലെങ്കിൽ ഉപഭോക്തൃ സിദ്ധാന്തം എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ ഉപഭോക്തൃ പെരുമാറ്റ സിദ്ധാന്തം അറിയപ്പെടുന്ന ചാപ്റ്റർ ആണ്. ഇവിടുന്ന് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതിൽ ആദ്യത്തെ കർവ് എന്ന് പറഞ്ഞാൽ വേറെ ഏതുമല്ല, നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കും, നമ്മുടെ ബജറ്റ് ലൈൻ ആണ്. ഏതാണ്? ബജറ്റ് ലൈൻ ആണ് പഠിക്കാനുള്ള ആദ്യമായിട്ട്. അപ്പൊ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ബജറ്റ് ലൈൻ ആണ്. നമ്മൾ അതിന് എന്ത് കൊടുക്കാറുണ്ട്? BL എന്നാണ് കൊടുക്കാറുള്ളത് അല്ലെ. BL എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നാമത്തെ ഗുഡും രണ്ടാമത്തെ ഗുഡിന്റെ ഒക്കെ ലെവൽ വെച്ചിട്ട് കൊടുക്കാറുള്ളത്, ഉറപ്പല്ലേ? അപ്പൊ ബജറ്റ് ലൈനിന്റെ കാര്യം നിങ്ങൾ പഠിച്ചിരിക്കണം. ഏതാണ് പഠിക്കേണ്ടത്? ബജറ്റ് ലൈൻ. ഓക്കെ, അപ്പോൾ ബജറ്റ് ലൈനിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ട് എന്തൊക്കെയാണ് ബജറ്റ് ലൈനിന് വേണ്ടത്? നമുക്ക് എക്സ് ആക്സും വൈ ആക്സും ഉണ്ട് അല്ലേ? അപ്പൊ മക്കളെ, ഇവിടെ എക്സ് ആക്സിന് എന്താണ് വരുന്നത്? ഇവിടെ എക്സ് ആക്സിന് എന്താണ് വരുന്നത്? അതുപോലെ വൈ ആക്സിന് എന്താ വരുന്നത്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യേണ്ട തൊട്ടതായി ഞാൻ എന്തായാലും കമന്റ് ചെയ്തിട്ടോളാം. ഇനി ബജറ്റ് ലൈൻ പഠിച്ച കൂട്ടത്തിൽ തന്നെ നമുക്ക് എന്ത് പഠിക്കാനുണ്ട്? അതിന്റെ ചേഞ്ചസ് കൂടി പഠിക്കാനുണ്ട്. എന്ത് പഠിക്കാനുണ്ട്? ചേഞ്ചസ് പഠിക്കാനുണ്ട്. അപ്പൊ ബജറ്റ് ലൈനിലെ ചേഞ്ചസ് പഠിക്കുകയാണെങ്കിൽ മക്കളെ നോക്കിക്കോളൂ, ആദ്യമായിട്ട് നമ്മൾ വരക്കുന്നത് ബജറ്റ് ലൈനിലെ ചേഞ്ചുകൾ കേട്ടോ. അപ്പോൾ 2 തരത്തിലുള്ള ചേഞ്ചുകളാണ് ബജറ്റ് ലൈൻ ഉണ്ടാവാറുള്ളത്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഏതൊക്കെയാണ്? 1 മൂവ്മെന്റ് ആണ് ഉണ്ടാവുന്നത്, 2 ഷിഫ്റ്റ് ആണ് സംഭവിക്കാറുള്ളത് അല്ലെ. അപ്പോൾ ബജറ്റ് ലൈനിലെ ഷിഫ്റ്റും മൂവ്മെന്റും ആണ് സംഭവിക്കുന്നത്. നോക്കിക്കൊള്ളണം, ഈ ബജറ്റ് ലൈനിലെ ഈ സാധാരണ നമ്മൾ വരക്കുന്ന ബജറ്റ് ലൈൻ ഇവിടെ ഞാൻ വരച്ചു വെച്ചു. ഈ ബജറ്റ് ലൈൻ എങ്ങനെയാണ് മൂവ് ചെയ്യുക? നമുക്കറിയാം, ഒന്നാമത്തെ കുട്ടിന്റെ പ്രൈസും രണ്ടാമത്തെ കുട്ടിന്റെ പ്രൈസും മാറുമ്പോഴാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഇവിടെ എന്താണ് വരിക? ഗുഡ് 2 ആണ് വരിക. ഇവിടെ എന്താ വരിക? ഗുഡ് 1 ആണ് വരിക അല്ലെ. അതേ കാര്യം നമ്മൾ ഇവിടെ മാറ്റി എഴുതിയേക്കാം. ജസ്റ്റ് നമുക്കിനി നോക്കാം എന്താണ് ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്നാമത്തെ സാധനത്തിന്റെ വില കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ബജറ്റ് ലൈൻ മാറും അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ സാധനത്തിന്റെ വില മാറുന്നതനുസരിച്ച് ബജറ്റ് ലൈൻ എന്ത് ചെയ്യും? അവിടെ നോർമലി മാറ്റം സംഭവിക്കും. എന്താണ് ആ മാറ്റം? ഒന്നുകിൽ വില കുറയുമ്പോൾ എന്ത് ചെയ്യും? ആ സാധനത്തിന്റെ അളവ് നമ്മൾ കൂട്ടുകയാണ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും? നേരെ ഇതുപോലെ കൂടുകയാണ് ചെയ്യുക. ഓക്കെ, നേരെ നമുക്കിവിടെ കൂടുകയാണ് ചെയ്യുക. ഇനി നേരെ മറിച്ച് ഇത് മൂവ്മെന്റ് ആണെന്ന് പറഞ്ഞത്. മൂവ്മെന്റ് എന്ന് പറയുന്നത് ചെറിയ മാറ്റമാണല്ലേ. എപ്പോഴാണ് മൂവ്മെന്റ് ഉണ്ടാവുക? മൂവ്മെന്റ് ഉണ്ടാകുന്നത് പ്രൈസ് ചേഞ്ചുകൾ വരുമ്പോഴാണ്. എപ്പോഴും മൂവ്മെന്റ് ഉണ്ടാവുക? പ്രൈസ് ചേഞ്ചുകൾ വരുമ്പോഴാണ് മൂവ്മെന്റ് സംഭവിക്കുക. അതായത് ഒന്നാമത്തെ സാധനത്തിന്റെയോ രണ്ടാമത്തെ സാധനത്തിന്റെയോ ഏതെങ്കിലും ഒന്നിന്റെ പ്രൈസ് മാറുമ്പോൾ, ഇവിടെ ഞാൻ വരച്ചത് ഏതിന്റെ മാത്രമാണ്? ഒന്നാമത്തെ സാധനത്തിന്റെയാണ്. ഇനി രണ്ടാമത്തെ സാധനത്തിനാ മതി, ഇത് നേരെ തിരിച്ചു വരച്ചാൽ മതി. നമ്മൾ എങ്ങനെയാണ് ഇത് വരക്കാറുള്ളത്? സിമ്പിൾ ആയിട്ട് നോക്കിയാൽ നിങ്ങളിവിടെ സിമ്പിൾ ആയിട്ട് വരക്കുകയാണെങ്കിൽ സംഗതി ഇത്തരമുള്ള മാറ്റം വരുന്നത്. നോർമലി ഞാൻ എന്ത് ചെയ്യുന്നു? ആദ്യത്തെ ഗുഡിന്റെ ലൈൻ ഇവിടെ വരച്ചു വെച്ചു. ഇനി ഈ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ ഗുഡിന്റെ പ്രൈസ് ആണ് മാറുന്നത്. എന്ത് ചെയ്യും? നമ്മുടെ കർവ് ഇങ്ങനെയാണ് സംഭവിക്കുക അല്ലെ. നമ്മുടെ കർവ് എന്ത് ചെയ്യും? നേരെ ഇങ്ങനെയാണ് സംഭവിക്കാറുള്ളത്, ഉറപ്പല്ലേ? അപ്പൊ ആ ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കുക. ഇതാണ് നമുക്ക് മൂവ്മെന്റ് സംഭവിക്കുന്നത് അല്ലെ. ഇനി അതേപോലെ നമുക്ക് പഠിക്കാനുള്ള മറ്റൊന്നാണ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. ഷിഫ്റ്റ് പഠിക്കാനുണ്ട്. ഷിഫ്റ്റും 2 രീതിയിലാണ് ഷിഫ്റ്റ് സംഭവിക്കാറുള്ളത് അല്ലെ. അപ്പൊ ഒന്നാമത്തെ കുട്ടിനെ രണ്ടാമത്തെ കുട്ടിനാണ് പറയാം അല്ല. ഷിഫ്റ്റിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഷിഫ്റ്റ് എന്തുകൊണ്ട് ഉണ്ടാവുന്നതാണ്. ഷിഫ്റ്റ് ഉണ്ടാവാനുള്ള പ്രധാന കാരണം എന്താണ്? നമ്മുടെ ഇൻകം മാറുമ്പോഴാണ്. ഓക്കെ, ഇൻകം ചേഞ്ചസ് സംഭവിക്കുമ്പോഴാണ് ഷിഫ്റ്റ് ഉണ്ടാവാറുള്ളത്. അപ്പൊ നമുക്ക് ഷിഫ്റ്റ് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്ന ഷിഫ്റ്റ് എന്ന് പറയുന്നത് നോക്കണേ, റൈറ്റ് വേർഡ് ഷിഫ്റ്റും ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റും നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നോക്കിയേ, ഇത് നമ്മുടെ നോർമൽ ബജറ്റ് ലൈൻ. ഈ ബജറ്റ് ലൈൻ എന്ത് ചെയ്യും? ലെഫ്റ്റ് വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എങ്ങോട്ടാണ്? ലെഫ്റ്റ് വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എന്താ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് വരാനുള്ള കാരണം ഇങ്ങനെ ലെഫ്റ്റിലേക്ക് നമ്മുടെ ബജറ്റ് ലൈൻ BL എന്ന് പറയുന്ന ബജറ്റ് ലൈൻ B1 L1 എന്ന് പറഞ്ഞ ബജറ്റ് ലൈൻ ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാരണം ഇൻകം കുറയുമ്പോഴാണ്. അപ്പൊ എന്താണ് സംഭവിക്കുക? ഇൻകം കുറയുമ്പോൾ ബജറ്റ് ലൈൻ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പൊ എങ്ങോട്ടാ ഷിഫ്റ്റ്? ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ആണ് കേട്ടോ. ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ്. അപ്പൊ ഇടതുവശത്തേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഇതേ ബജറ്റ് ലൈൻ എന്ത് ചെയ്യും? റൈറ്റ് വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ട് അല്ലെ. അപ്പൊ റൈറ്റ് വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് വരക്കാൻ പോകുന്നത്. നോക്കിക്കോളൂ, നമ്മുടെ ബജറ്റ് ലൈൻ എന്ത് ചെയ്യും? ഇങ്ങനെ റൈറ്റ് വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എന്താ അതിന്റെ കാരണം? ഒരേ ഒരു കാരണം എന്താണ്? നമ്മുടെ ഇൻകം വർദ്ധിച്ചു. നമ്മുടെ കയ്യിലുള്ള വരുമാനം വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ ബജറ്റ് ലൈൻ റൈറ്റിലേക്കാണ്
ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ റൈറ്റ്വേർഡ് ഷിഫ്റ്റും ലെഫ്റ്റ്വേർഡ് ഷിഫ്റ്റും ഉണ്ടെന്ന് പഠിച്ചു വെക്കാം. ലെഫ്റ്റ്വേർഡ് ഷിഫ്റ്റ് പറഞ്ഞാൽ ഇടതുവശത്തേക്ക്, റൈറ്റ്വേർഡ് ഷിഫ്റ്റ് പറഞ്ഞാൽ വലതുവശത്തേക്ക്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ബജറ്റ് ലൈനിന്റെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ള ഏതാണ്, ഈ ബജറ്റ് ലൈൻ കഴിഞ്ഞാൽ അടുത്ത് വരുന്നതാണ് നമ്മുടെ ബജറ്റ് ലൈൻ അടുത്ത് വരുന്നത് നമുക്ക് നോർമലി ഇൻഡിഫറൻസ് കർവ് ആണ് കേട്ടോ. ഏതാ വരുന്നത്? ഇൻഡിഫറൻസ് കർവാണ്. അപ്പോൾ ഇൻഡിഫറൻസ് കർവ് എല്ലാവരും വരച്ച് പഠിച്ചിട്ടുള്ള കോൺസെപ്റ്റ് ആണല്ലേ ഇൻഡിഫറൻസ് കർവ്. യെസ്, എക്സാക്ട്ലി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇൻഡിഫറൻസ് കർവ്. ഓക്കെ, അപ്പോൾ ഇൻഡിഫറൻസ് കർവിനെ കുറിച്ചുള്ളത് എന്താണ് ഇൻഡിഫറൻസ് കർവ് എന്ന് മാത്രം പഠിച്ചാൽ മതി. അതിന്റെ ഷിഫ്റ്റും ചേഞ്ച് ഒന്നും പഠിക്കാനല്ലേ. ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടീസ് പ്ലസ് നിങ്ങൾ അതിന്റെ കൂടെ പഠിച്ചിരിക്കണം. ഇനി അടുത്തായിട്ട് നമുക്ക് വരക്കാൻ വരുന്നത് ഏതാണ്? ഈ പറഞ്ഞിരിക്കുന്ന ഇൻഡിഫറൻസ് കർവും ബജറ്റ് ലൈനൊക്കെ ഒന്നിച്ച് വരുന്ന ഒരു സംഭവമുണ്ട്. നമുക്ക് 8 മാർക്കിന് എസ്സേ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് അല്ലേ. ഏതാണ് ആ ചോദ്യം? വേറെ ഏതുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ കൺസ്യൂമർ ഇക്വിലിബ്രിയം ആണ്. ഏതാണ്? കൺസ്യൂമർ ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പോൾ കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിന്റെ ചോദ്യം എപ്പോഴും വരുന്ന ചോദ്യമാണ്. പഠിച്ചു വെക്കുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൽ ചോദിക്കുന്നത് ഇത് ഇൻഡിഫറൻസ് കർവും ഇവിടെ ആയിരിക്കും നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ്, ഇത് ബജറ്റ് ലൈനും ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഈ പറഞ്ഞിരുന്ന കൺസ്യൂമർ ഇക്വിലിബ്രിയം മസ്റ്റ് ആയിട്ട് എസ്സേ ചോദിക്കുന്ന ചോദ്യം കേട്ടോ. പഠിച്ചു വെച്ചിട്ട് വേണേൽ പരീക്ഷയ്ക്ക് പോകാൻ. അപ്പോൾ കൺസ്യൂമർ ഇക്വിലിബ്രിയം ആവാനുള്ള കണ്ടീഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെ കണ്ടീഷൻ എന്ന് പറയുന്നത്? കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ബജറ്റ് ലൈനിന്റെ രണ്ടിന്റെയും സ്ലോപ്പ് തുല്യമാണ് അല്ലെ. സ്ലോപ്പ് എന്താണ്? ഈക്വൽ ആവണം ആൻഡ് ടാൻജന്റ് ആവണം. ആർക്ക് തമ്മിൽ? IC കർവ്, ഇൻഡിഫറൻസ് കർവ് ആർക്ക് ടാൻജന്റ് ആവണം? ഈ പറഞ്ഞ ബജറ്റ് ലൈന് ടാൻജന്റ് ആയിട്ട് വരികയും വേണം അല്ലെ. ഇനി ഇതിന് ശേഷം നമുക്ക് നോക്കാനുള്ള അടുത്ത കർവ് ഏതാണ്? നമുക്ക് പഠിക്കാനുള്ള അടുത്ത കർവ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ ഇക്വിലിബ്രിയം കഴിഞ്ഞ അടുത്ത വരുന്നത് യൂട്ടിലിറ്റി കർവുകളാണ് അല്ലേ. ഏത് വരാനുള്ള? യൂട്ടിലിറ്റി കർവുകളാണ്. യൂട്ടിലിറ്റി കർവ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടോട്ടൽ യൂട്ടിലിറ്റി ഏതാണ്? ടോട്ടൽ യൂട്ടിലിറ്റി കർവ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് മാർജിൻ യൂട്ടിലിറ്റി ഏതാണ്? മാർജിൻ യൂട്ടിലിറ്റി എന്ന് പറയും. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആവുന്ന പോയിന്റ് ഉണ്ട് അല്ലേ. ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം വരുന്ന പോയിന്റ് ഉണ്ട്. അവിടെ എത്തുമ്പോൾ 0 ആയി പോകുന്ന ഒരു കർവ് ഉണ്ട്. അയാളുടെ പേരാണിത് ഈ പറഞ്ഞിരിക്കുന്ന മാർജിൻ യൂട്ടിലിറ്റി കർവ് അല്ലേ. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി കർവ് ഇങ്ങനെ പോകാറുണ്ട്. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിൻ യൂട്ടിലിറ്റി കർവ് പഠിച്ചേക്കാം. ഇത് പഠിച്ചിട്ടില്ലെങ്കിലും ബന്ധം നിങ്ങൾ പഠിച്ചേക്കാം. അപ്പോൾ യൂട്ടിലിറ്റി കർവുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് 1-2 മാർക്ക് വല്ലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അടുത്ത കർവ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്നത് നെക്സ്റ്റ് കർവ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിഫറൻസ് കർവ് കഴിഞ്ഞു, കൺസ്യൂമർ ഇക്വിലിബ്രിയം കഴിഞ്ഞു, യൂട്ടിലിറ്റി കഴിഞ്ഞു. പിന്നെ നമുക്ക് ഏതായത്? യെസ്, ഡിമാൻഡ് കർവ്. ഏതാണ്? നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിമാൻഡ് കർവ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഡിമാൻഡ് കർവ് നമുക്കറിയാം എന്താണ്? അതിങ്ങനെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണല്ലേ. അതിന്റെ കാരണം നമുക്കറിയാം എന്താണ്? ലോ ഓഫ് ഡിമാൻഡ് കാരണം. അപ്പോൾ ഇവിടെ എന്താ കാണിക്കുക? ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഇവിടെ എന്താ കാണിക്കുക? പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റിയാണ് കാണിക്കാറുള്ളത്. ഉറപ്പല്ലേ? അപ്പോൾ ഡിമാൻഡ് കർവ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഡിമാൻഡ് കർവ് എങ്ങനെ ഉണ്ടാകുന്നു? അപ്പോൾ ഡിമാൻഡ് കർവ് ഉണ്ടാവാനുള്ള ഇങ്ങനെ ഷേപ്പ് വരാനുള്ള കാരണം ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണല്ലേ. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ. അതിന്റെ കാരണം നമുക്കറിയാം എന്താണ്? ഡ്യൂ ടു ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡ് ആണ് ഇതിന്റെ കാരണം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഡിമാൻഡ് കർവ് പഠിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ഡിമാൻഡ് കർവിന്റെ ഭാഗമായിട്ട് നമുക്ക് വരുന്ന മറ്റു കുറച്ച് കാര്യങ്ങളുണ്ട്. ആരാണ് അയാൾ? ഡിമാൻഡ് കർവിന്റെ ചേഞ്ചുകളും ഷിഫ്റ്റുകളും ഉണ്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ ഡിമാൻഡ് കർവിലെ ഷിഫ്റ്റുകളും ചേഞ്ചുകളും നമ്മൾ ആദ്യം പറഞ്ഞത്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? അതിലെ ഷിഫ്റ്റുകൾ പറയാം. ഓക്കെ, ഡിമാൻഡ് കർവ് റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ, ഡിമാൻഡ് കർവ് റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അറിയുന്ന കുറച്ച് കാര്യമുണ്ട് അല്ലേ. ഇപ്പം ഞാൻ ആദ്യം വരക്കുന്നതാണ് റൈറ്റ്വേർഡ് ഷിഫ്റ്റും വരക്കാം, അതേപോലെ ലെഫ്റ്റ്വേർഡും വരക്കാം. ഓക്കെ, ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു? റൈറ്റ്വേർഡ് ഷിഫ്റ്റ് വരച്ചു. അടുത്ത് ഞാൻ ലെഫ്റ്റ്വേർഡ് ഷിഫ്റ്റാണ് വരച്ചത്. ഇനി ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കാൻ നിങ്ങളൊരു കാര്യം ചെയ്യുക. ഡിമാൻഡ് കർവിന് പേര് കൊടുത്തു, DD എന്ന് പേര് കൊടുക്കുന്നു. DD എന്ന് പേര് കൊടുക്കുന്നു. ആൻഡ് D2, ദെൻ ഇവിടെ D2, ഇവിടെ D1, ഇവിടെ D1 അല്ലേ. ഇതെന്താണ്? ക്വാണ്ടിറ്റി ഡിമാൻഡ് ആണ്. ഇവിടെ പ്രൈസ് ആണ്. ഇവിടെയും പ്രൈസ്, ഇവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഇതെന്താ കാണിക്കുന്നത്? ഷിഫ്റ്റ് ആണ് കാണിക്കുന്നത് അല്ലേ. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡിൽ എപ്പോഴാണ് ഷിഫ്റ്റ് വരുന്നത്? ആ ഒരു കാര്യം കാണിക്കുന്നുണ്ടോ. നോക്കുക, നമ്മുടെ ഡിമാൻഡ് ഷിഫ്റ്റ് വരണമെങ്കിൽ എന്ത് മാറണം? നമ്മുടെ ഇൻകം ചേഞ്ച് ചെയ്യണം. എന്ത് ചേഞ്ച് ചെയ്യണം? ഇൻകം ചേഞ്ച് ചെയ്യണം. സാധാരണ നമ്മൾ ഇൻകം എന്നാണ് പറയുന്നത്. പ്രൈസ് അല്ലാത്ത ഏത് ഫാക്ടറും ഇൻകം ചേഞ്ച് ചെയ്യുക എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം? ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ്. എന്താണ്? ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ്. നമ്മുടെ പണമല്ലാത്ത മറ്റെന്ത് കാര്യം, പണമല്ല വിലയല്ലാത്ത എന്ത് കാര്യം മാറിക്കഴിഞ്ഞാലും റൈറ്റ്വേർഡ് ലെഫ്റ്റ്വേർഡ് ഷിഫ്റ്റ് സംഭവിക്കും. അപ്പോൾ റൈറ്റ്വേർഡ് ഷിഫ്റ്റ് അല്ലെ, ഇത് റൈറ്റ്വേർഡ് ഷിഫ്റ്റ് ആയിരുന്നു, എന്നാൽ ഇത് ലെഫ്റ്റ്വേർഡ് ഷിഫ്റ്റ് ആണ്. അപ്പോൾ റൈറ്റ്വേർഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? റൈറ്റ്വേർഡ് ഷിഫ്റ്റ് വരാനുള്ള കാരണം നമ്മുടെ ഇൻകം വർദ്ധിക്കുമ്പോഴാണ് റൈറ്റ്വേർഡ് ഷിഫ്റ്റ് സംഭവിക്കുക. ഓക്കെ, ഇനി ലെഫ്റ്റ്വേർഡ് ഷിഫ്റ്റ് എപ്പോഴാണ് സംഭവിക്കുക? ഈ പറഞ്ഞിരിക്കുന്ന ലെഫ്റ്റ്വേർഡ് ഷിഫ്റ്റ് എപ്പോഴാണ് സംഭവിക്കുക? അത് നമ്മുടെ ഇൻകം കുറയുമ്പോഴാണ് സംഭവിക്കുക. ഓക്കെ, ഇൻകം കുറയുമ്പോഴാണ് ലെഫ്റ്റ്വേർഡ് ഷിഫ്റ്റ് സംഭവിക്കുക. നോട്ട് ചെയ്ത് വെക്കുക, മസ്റ്റ് ആണല്ലോ. അപ്പോൾ രണ്ടിന്റെയും ഷിഫ്റ്റ് പഠിക്കുക. ഇത് റൈറ്റ്വേർഡ് ഷിഫ്റ്റ് ആണ്, എന്നാൽ ഇതെന്താണ്? ലെഫ്റ്റ്വേർഡ് ഷിഫ്റ്റ് ആണ്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഓക്കെ,
നെക്സ്റ്റ് നമുക്ക് അതിൽ നോക്കാനുള്ള ഈ പറഞ്ഞ ഡിമാൻഡ് കർവിനെ തന്നെ നമ്മൾ എന്ത് പഠിക്കാനുണ്ട്, ഇതിൻ്റെ മൂവ്മെൻറ്റ് പഠിക്കാനുണ്ട് അല്ലേ, മൂവ്മെൻറ്റ് പഠിക്കാനുണ്ട്. അപ്പോൾ നോക്കിക്കോളൂ, ഞാനിവിടെ ഡിമാൻഡ് കർവ് വരച്ചു വെച്ചു. ഇനി അതിലെ മൂവ്മെൻറ്റ് കാണിക്കുകയാണ്, ജസ്റ്റ് നോക്കിക്കോണേ. നമ്മൾ അതിലാദ്യം ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിമാൻഡ് കർവിൽ ഫസ്റ്റ് ഒരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഞാൻ ആ പോയിന്റ് മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, ഇവർ പരസ്പരം ടച്ച് ചെയ്താൽ മാത്രമേ പോയിന്റ് മാർക്ക് ചെയ്തെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അവർ പരസ്പരം ടച്ച് ചെയ്യുന്ന ഒരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി ഞാൻ അതിന് പേര് കൊടുക്കണേ, ആ പോയിന്റിന് ഞാൻ പേര് കൊടുത്തു പ്രൈസ് പിയും അതുപോലെ ഡിമാൻഡ് ക്യൂ എന്നായിരിക്കും, ക്വാണ്ടിറ്റി അല്ലേ. ഇനി നമ്മുടെ പ്രൈസ്, സപ്പോസ് നമ്മുടെ പ്രൈസ് എന്ത് ചെയ്തു, കൂടി എന്തായി മാറി, P1 എന്ന് പറയുന്ന പ്രൈസായി മാറി. ആ സമയത്ത് നമ്മുടെ ക്വാണ്ടിറ്റി കുറയും അല്ലേ. അത് Q1 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ആയിട്ട് കുറയുന്നു. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ച മാറ്റം, നമ്മുടെ പ്രൈസ് കൂടിയ സമയത്ത് ക്വാണ്ടിറ്റി കുറഞ്ഞു, ലോ ഓഫ് ഡിമാൻഡ് കാരണമാണ് ഇത് സംഭവിക്കുന്നത് അല്ലേ. അപ്പോൾ അതേ കാര്യം നമ്മളിവിടെ എഴുതിയേക്കണം. എന്താ ഇവിടെ സംഭവിക്കുന്നത്, നോർമൽ നമുക്ക് ഇവിടെ എഴുതിക്കാം. ഇവിടെ ഡിമാൻഡ് കർവ് എന്ത് ചെയ്യും, ഈ പറഞ്ഞിരിക്കുന്ന അപ്വേർഡ് സ്ലോപ്പിംഗ് അല്ലെ, അപ്വേർഡ് സ്ലോപ്പിംഗ് മുകളിലേക്ക് സ്ലോപ്പ് ചെയ്യും. അതിന് കാരണം എന്താണ്, വേറെ ഒന്നുമല്ല, പ്രൈസ് കൂടുമ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുന്നു. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺട്രാക്ഷൻ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക, കോൺട്രാക്ഷൻ എന്നാണ് വിളിക്കുക. അപ്പം ഞാനിവിടെ വരക്കുന്ന ഇപ്പം എന്താണ്, കോൺട്രാക്ഷൻ അഥവാ എന്താണ്, ഡിമാൻഡ് ചുരുങ്ങുന്നതാണ് കാണിക്കുന്നത് അല്ലേ. ഇനി ഇതേ സാധനത്തിന്റെ പ്രൈസ് കുറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ എന്തായിരിക്കും, പ്രൈസ് കുറവാണെങ്കിൽ നമ്മൾ കൂടുതൽ വാങ്ങും അല്ലേ. അപ്പോൾ അതേപോലെ ഒരു സാധനത്തിന്റെ പ്രൈസ് P2 എന്ന് പറയുന്ന ലെവലായിട്ട് കുറയുന്നു എന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യും, വാങ്ങുന്നതിൻ്റെ അളവ് കൂട്ടുന്ന ആൾക്കാരാണല്ലേ, നമ്മൾ എന്ത് ചെയ്യും, വാങ്ങിയ അളവ് കൂട്ടും. അതായത് നമ്മൾ വാങ്ങിയ അളവ് കൂട്ടും, Q2 എന്ന് പറഞ്ഞ ലെവലിലേക്ക് മാറും അല്ലെ. Q2 എന്ന് പറഞ്ഞ ലെവലിന്റെ പ്രത്യേകത എന്താണ്, ആ ലെവലിന് ഒരേ ഒരു പ്രത്യേകതയുള്ളൂ, എന്താണ്, നമ്മുടെ പ്രൈസ് കുറയുന്നു, അതുകൊണ്ട് ഡിമാൻഡ് കൂടുന്നു. നോർമലി അവിടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ കർവ് ഈ പറഞ്ഞ ഡൗൺവേർഡിലേക്ക് തന്നെ വീണ്ടും പോകുന്നു. എന്താ കാരണം, അവിടെ സംഭവിക്കുന്നത് എക്സ്പാൻഷൻ ആണ്. എന്താണ് സംഭവിക്കുന്നത്, എക്സ്പാൻഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും പറഞ്ഞിരിക്കുന്നത് എന്താണ്, പ്രൈസ് കൂടുമ്പോൾ കോൺട്രാക്ഷൻ വരുന്നു, പ്രൈസ് കുറയുമ്പോൾ എന്ത് ചെയ്യുന്നു, ഡിമാൻഡ് കൂടുതലാവുന്ന സിറ്റുവേഷൻ ഉണ്ടാവുന്നത്. ഇതിന് നമ്മൾ വിളിക്കുന്നവരാണ് എക്സ്പാൻഷൻ എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ നോക്കിക്കുക. ഇത് കംപ്ലീറ്റ് എന്താ പറയുന്നത്, മൂവ്മെന്റ് ഇൻ ഡിമാൻഡ് കർവാണ്. എന്താണ്, മൂവ്മെന്റ് ഇൻ ഡിമാൻഡ് കർവാണ് കാണിക്കുന്നത്. ഓക്കെ, മൂവ്മെന്റ് ഇൻ ഡിമാൻഡ് കർവ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ചേഞ്ചസ് ഇൻ ഡിമാൻഡ് പറഞ്ഞു വെച്ചു. ഇനി നമുക്ക് നോക്കാനുള്ള ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. അപ്പോൾ പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് കൂടി നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡിൽ വരുന്നത്. അപ്പോൾ പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡിൽ നമുക്ക് വരുന്ന കർവ് നമുക്ക് അറിയുന്ന കാര്യമല്ലേ. എന്താ നമുക്ക് അറിയുന്നത്, മെയിൻ ആയിട്ട് അറിയുന്ന 5 ടൈപ്പ് ഉണ്ടെന്ന് അറിയാം. എത്ര ടൈപ്പ് ഉണ്ട്, 5 ടൈപ്പ് കർവുകളാണ് നമുക്കുള്ളത്. അതിൽ നോക്കിക്കോളൂ, 5 ടൈപ്പ് കർവുകൾ നമുക്കുണ്ട് അല്ലേ. 5 ടൈപ്പ് കർവുണ്ട്. അപ്പോൾ 5 ടൈപ്പ് കർവുകൾ നമ്മൾ വരച്ച് പഠിക്കാൻ പോകണേ. ജസ്റ്റ് നോക്കിക്കോളൂ, ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ഫസ്റ്റ് ഓഫ് ഓൾ 1, 2, 3, 4 ആൻഡ് 5 കർവുകൾ വരക്കുന്നു. നമ്മുടെ ഡിമാൻഡ് കർവിൻ്റെ കാര്യങ്ങളായിട്ട് പറഞ്ഞത് ഇലാസ്റ്റിസിറ്റി വെച്ചിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഇലാസ്റ്റിസിറ്റി കർവ് ഇങ്ങനെ പോകും, ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് പോകും. ആ ഇലാസ്റ്റിസിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂ എത്രയായിരിക്കും, ഇൻഫിനിറ്റി ആയിരിക്കും. ഏതായിരിക്കും, ഇൻഫിനിറ്റി ആയിരിക്കും. പ്രൈസിൽ എത്ര ചേഞ്ച് വന്നിട്ടും കാര്യമില്ല, ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്താണ്, കാര്യമായ മാറ്റം ഉണ്ടാവില്ലേ. അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ പ്രൈസ് എല്ലാ y ആക്സിലും പ്രൈസാണ് വരുന്നത്, എല്ലാ y ആക്സിലും പ്രൈസ് വരുന്നു, എന്നാൽ എല്ലാ x ആക്സിലും ക്വാണ്ടിറ്റി ഡിമാൻഡാണ് വരുന്നത്. അത് മറക്കാതെ എഴുതി വെക്കണേ, ഞാൻ മറന്നാലും നിങ്ങൾ മറക്കരുത്, കാരണം പരീക്ഷയ്ക്ക് മാർക്ക് നിങ്ങൾക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയുന്ന മറ്റൊരു കാര്യം തന്നെ, ഈ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കുക, അതായത് ഇലാസ്റ്റിസിറ്റി ഇതുപോലെ സംഭവിക്കാറുണ്ട്. അതായത് ഇലാസ്റ്റിസിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 0 ആയിട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിന് രണ്ടും നമ്മൾ വിളിക്കുന്നവരാണ്. ഫസ്റ്റ് വണ്ണത്തിന് എന്ത് വിളിക്കും, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നാണ് വിളിക്കാറുള്ളത്. എന്നാൽ സെക്കൻഡ് വൺ എന്താ വിളിക്കുക, പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ്. എന്താണ്, ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നാണ് നമ്മൾ അതിനെ സൂചിപ്പിക്കാറുള്ളത്. അപ്പോൾ ഇൻഇലാസ്റ്റിക്കും ഉണ്ട്, ഇലാസ്റ്റിക്കും ഉണ്ടെന്ന് പഠിച്ചു വെച്ചു. ഇനി അതേപോലെ ഇലാസ്റ്റിക്കും ഇൻഇലാസ്റ്റിക്കും ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ, അതേപോലുള്ള മാറ്റമാണ് പറയുന്നത്. ഇനി അടുത്തത് നമ്മുടെ പ്രൈസിൽ എത്രയാണോ മാറ്റം വരുന്നത്, അതേ ചേഞ്ച് ഡിമാൻഡിലും വരുന്നൊരു സംഭവം ഉണ്ട്, നോക്കിക്കൊണ്ടിടാം. അപ്പോൾ നമ്മുടെ പ്രൈസിൽ വരുന്ന മാറ്റം അതുപോലെ തന്നെ ഡിമാൻഡ് വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്രൈസിൽ വരുന്ന മാറ്റം എന്ന് പറഞ്ഞത് നോക്കാം. ഇനി ജസ്റ്റ് നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, പ്രൈസ് P1 ആയിരുന്ന സമയത്ത് നമ്മുടെ ഡിമാൻഡ് കർവ്, നമ്മുടെ ഡിമാൻഡ് കർവ് വരക്കുകയാണ്. നമ്മുടെ പ്രൈസ് P1 ആയ സമയത്ത് നമ്മുടെ ഡിമാൻഡ് കർവ് നമ്മളിവിടെ വരച്ചു വെച്ചു. ഇനി ജസ്റ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഇപ്പം നോർമലി നോക്കിക്കേ, നമ്മുടെ പ്രൈസ് എന്ത് ചെയ്യുന്നു, പ്രൈസ് നോർമലി കുറയുന്നു. അത് എത്രയായി മാറി, P1 ആയിട്ട് കുറഞ്ഞു എന്ന് വിചാരിക്കുക.
അതേ ചേഞ്ച്, ഓക്കെ, അതേ ചേഞ്ച് തന്നെ എന്ത് ചെയ്യുന്നു നമുക്ക് ഇവിടെ സംഭവിക്കുന്നുവെങ്കിൽ, ഓക്കെ, പ്രൈസ് കുറഞ്ഞ അതേ ചേഞ്ച് തന്നെ ഇവിടെ സംഭവിക്കുന്നുവെങ്കിൽ, നോക്കി നിങ്ങളുടെ പ്രൈസിൽ 10% ചേഞ്ച് ഉണ്ടായി, അതേ ചേഞ്ച് തന്നെ ഈ പറഞ്ഞ ക്വാണ്ടിറ്റി ഡിമാൻഡിലും ഉണ്ടായെങ്കിൽ, ക്വാണ്ടിറ്റി ഡിമാൻഡിലും ഉണ്ടായി എങ്കിൽ, കണ്ടല്ലോ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ. നോർമലി ഈ പറഞ്ഞ കർവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഈ പറഞ്ഞിരിക്കുന്ന കർവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. എന്താണ് ഇവിടെ ഇലാസ്റ്റിസിറ്റിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും, 1 ആയിരിക്കും. ഇതിനെന്താ വിളിക്കുക, യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നാണ് വിളിക്കുക, യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നാണ് വിളിക്കുക. ആൻഡ് ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റീപ്പറും അതേപോലെ ഫ്ലാറ്റർ ആയിട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ വരക്കാൻ പോകുന്നത് ഇലാസ്റ്റിസിറ്റി ഫ്ലാറ്റർ ആകുമ്പോൾ എന്ത് സംഭവിക്കും നോക്കണേ, ഇലാസ്റ്റിസിറ്റി ഫ്ലാറ്റർ ആയിട്ട് പോകുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ ഇലാസ്റ്റിസിറ്റി സ്റ്റീപ്പർ ആയിട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ സ്റ്റീപ്പറും ഫ്ലാറ്ററും നമ്മൾ വരക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ നോക്കിയേക്കുക, സപ്പോസ് നമ്മുടെ ഇലാസ്റ്റിസിറ്റി കാര്യമായ മാറ്റങ്ങൾ വരികയാണ്. നോക്കണേ, ഇപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാൻ മനസ്സിലാവും നമ്മുടെ പ്രൈസ്, ഓക്കെ, പ്രൈസ് പി എന്ന് പറയുന്ന പ്രൈസാണ്. ആ പ്രൈസിൻ്റെ സമയത്ത് ക്വാണ്ടിറ്റി ഇവിടെ ക്യൂ എന്നും കൊടുത്തിട്ടുണ്ട്. സപ്പോസ് നമ്മുടെ പ്രൈസ് ക്യൂ എന്ന് പറഞ്ഞ അളവിൽ ചെറുതായിട്ടേ കുറയുന്നുള്ളൂ അല്ലേ, ചെറുതായിട്ട് കുറയുന്നുള്ളൂ, പക്ഷേ വലിയൊരു മാറ്റം, ഓക്കെ, P1 എന്ന് പറഞ്ഞ ലെവലിൽ ചെറുതായിട്ട് 10% കുറവേ വന്നിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. ഇവിടെ എത്രയാണ്, 10% കുറവേ വന്നിട്ടുള്ളൂ എന്ന് വിചാരിക്കാം. പക്ഷേ ഇവിടെ എന്തായി മാറുന്നു, അതൊരു 20% ചേഞ്ചെങ്കിലും ഉണ്ടാക്കുന്നു. അഥവാ നമ്മുടെ Q1 ആയിട്ട് വർദ്ധിക്കുന്നു അല്ലേ. അതായത് പ്രൈസിലെ ചേഞ്ചിനേക്കാൾ വലിയൊരു ചേഞ്ച് ഡിമാൻഡിൽ വരികയാണെങ്കിൽ ഇലാസ്റ്റിസിറ്റിൻ്റെ വാല്യൂ എന്താണെന്ന് പറയും, ഇലാസ്റ്റിസിറ്റി ഈസിക്കൽ ടു ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് പറയും. എന്താണ് പറയുക, ഗ്രേറ്റർ ദാൻ 1. ഇലാസ്റ്റിസിറ്റി 1-നേക്കാൾ കൂടുതലാവുന്ന സിറ്റുവേഷൻ നമ്മൾ വിളിക്കുന്നവരാണ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക, ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നാണ് വിളിക്കുക. ഇവിടെ എന്തായിരിക്കും പ്രത്യേകത, ഫ്ലാറ്റർ കർവായിരിക്കും നമുക്ക് ഉണ്ടാവുക. എന്ത് കർവായിരിക്കും ഉണ്ടാവുക, ഫ്ലാറ്റർ കർവായിരിക്കും. ഈ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നോക്കി നിങ്ങളുടെ, സപ്പോസ് നമ്മുടെ പ്രൈസ് ഞാനിവിടെ കൊടുക്കുന്നത് പി എന്ന് പറയുന്ന പ്രൈസ്, ആ സമയത്ത് ക്വാണ്ടിറ്റി അതും കൊടുക്കുന്നു ക്യൂ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി. ഓക്കെ, ക്യൂ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി. സപ്പോസ് നമ്മുടെ പ്രൈസ് കുറഞ്ഞു P1 എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തുന്നു. പക്ഷേ ആ സമയത്ത് നമ്മുടെ ഡിമാൻഡ് കുറയുന്ന എത്രയും നോക്കി, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വലിയൊരു ചേഞ്ച് എവിടെ ഉണ്ടായി, ഡിമാൻഡിൽ പ്രൈസിലുണ്ടായി. പ്രൈസിലൊരു 10% ചേഞ്ച് വന്നെങ്കിൽ പോലും 5% ചേഞ്ച് എവിടെ വന്നിട്ടുള്ളൂ, ഡിമാൻഡിൽ വന്നിട്ടുള്ളൂ. 5% ചേഞ്ചേ ഉള്ളൂ. അപ്പോൾ Q1 ആയിട്ട് കുറയുന്നു, പ്രൈസ് P1 ആയിട്ട് കുറഞ്ഞ സമയത്ത് Q1 ആയിട്ട് ഡിമാൻഡ് കൂടുന്നു. ഇതെന്താ കാരണം, ഇവിടുത്തെ ഇലാസ്റ്റിസിറ്റി എന്താണ്, ഇത് ഇൻഇലാസ്റ്റിക് ആണ്. എന്താണ്, ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണ് സംഭവിക്കുന്നത്. ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആൻസർ എന്തായിരിക്കും, ED <1 ആയിരിക്കും വരുന്നുണ്ടാവുക. ഇവിടെ കർവിന്റെ ഷേപ്പ് എന്തായിരിക്കും, സ്റ്റീപ്പർ കർവ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇലാസ്റ്റിസിറ്റിയുടെ ഈ 5 ടൈപ്പ് കർവുകൾ നിങ്ങൾ പഠിക്കുക, അതിന്റെ ഷേപ്പുകൾ പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത്, ലാസ്റ്റ് വൺ ഏതാണ്, ഈ പറഞ്ഞ ലീനിയർ ഡിമാൻഡ് കർവിലാണ്. ലീനിയർ ഡിമാൻഡ് കർവിൽ ഇലാസ്റ്റിസിറ്റി എങ്ങനെ വരും എന്ന കാര്യമാണ് നമുക്ക് നോക്കാനുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, ഇതിൻ്റെ ഒത്ത സെൻറ്ററിൽ ഒരു പോയിന്റ് വരും. ആ സെൻറ്ററിൽ വരുന്ന പോയിന്റ് നമ്മൾ എന്താ വിളിക്കുക, ഇവിടുത്തെ ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂ എപ്പോഴും 1 ആയിരിക്കും. ഇവിടെ എപ്പോഴും ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂ എത്രയായിരിക്കും, ഇൻഫിനിറ്റി ആയിരിക്കും. ഇവിടെ എപ്പോഴും ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂ എത്രയായിരിക്കും, നമുക്ക് 0 ആയിരിക്കും അല്ലേ. ഇനി ഇതിൻ്റെ ഇടയിൽ വരുന്ന പോയിന്റുകളൊക്കെ എന്തായിരിക്കും, ഇവിടെ വരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1ഉം ഇവിടെ വരുന്ന എന്തായിരിക്കും, ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂ <1 ആയിരിക്കും. ഇതാണ് നിങ്ങൾ അടുത്ത് പഠിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞു. നമുക്ക് ഏറ്റവും കൂടുതൽ കർവ് പഠിക്കാനുള്ളത് ഈ ചാപ്റ്ററാണ്. ആൻഡ് തേർഡ് ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ള കുറച്ച് കർവുകളുള്ളൂ. അതിൽ ആദ്യം പഠിക്കേണ്ട കർവ് എന്ന് പറഞ്ഞാൽ ഐസോകോണ്ടുകളാണ്. ഏതാണ്, ഐസോകോണ്ടാണ് പഠിക്കാനുള്ളത്. ഐസോകോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പഠിച്ചിട്ടുള്ള ഐസോകോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം എന്തിനാണ്, നമ്മൾ പഠിച്ച ഇൻഡിഫറൻസ് കർവ് തന്നെയാണ് അല്ലേ. പക്ഷെ ഒരു മാറ്റം, ഇത് പ്രൊഡ്യൂസറുടെ സൈഡിലാണ്, അത് കൺസ്യൂമറുടെ സൈഡിലാണെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ എന്താ പറയുന്നത്, 2 ഇൻപുട്ടുകളാണ് പറഞ്ഞത് അല്ലേ, 2 ഇൻപുട്ടുകൾ. ഓക്കെ, ഇൻപുട്ട് 1, ഇൻപുട്ട് 2 കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഇൻപുട്ട് 1ഉം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവർ തമ്മിലുള്ളതാണ് ഇൻഡിഫറൻസ് കർവ് അല്ല ഐസോകോണ്ടിൽ പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്ന കർവ് ഏതാണ്, നമുക്ക് വരുന്നത് TP-AP-MP കർവാണ് അല്ലേ. ഏതാണ് കർവ്, TP-AP-MP കർവാണ് വരുന്നത്. നോക്കിക്കോളൂ, നമ്മുടെ TP-AP-MP കർവിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ TP കർവ് അല്ലേ, TP കർവിൻ്റെ ഷേപ്പ് നമുക്കറിയാം. അപ്പോൾ ആ TP കർവിൻ്റെ ഷേപ്പ് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെക്കണേ, നോക്കണേ. യെസ്, TP കർവ് മാക്സിമത്തിൽ എത്തുന്ന പോയിന്റ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചു. ആ സമയത്ത് എന്തായിരിക്കും, നമ്മുടെ MP കർവ് 0യിലേക്ക് എത്തണം. എന്താവണം, MP കർവ് 0യിലേക്ക് എത്തണം. MP കർവ് എന്തിലേക്ക് എത്തണം, 0യിലേക്ക് ആ സമയം കൊണ്ട് എത്തിയിരിക്കണം. യെസ്, എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത നമ്മൾ പറയുന്നത് ഏതാണ്, ഇതിന്റെ കൂടെ നമുക്ക് വരുന്ന മറ്റൊരു കർവ് ഉണ്ട്. ആരാണ്, ഈ പറഞ്ഞിരിക്കുന്ന AP കർവ് അല്ലെ. AP കർവ് എന്ന് പറയുന്ന കർവ് ഉണ്ട്. യെസ്, AP കർവ്, TP കർവ് ആൻഡ് MP കർവ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഫസ്റ്റ് സ്റ്റേജ് കഴിയുമ്പോഴാണ് ഈ പറഞ്ഞത് രണ്ടുപേരും ഈക്വൽ ആകുമ്പോഴാണ് ഫസ്റ്റ് സ്റ്റേജ് കഴിയുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് ആൻഡ്
തേർഡ് സ്റ്റേജ്. 3 സ്റ്റേജുകളുണ്ട്. ഈ 3 സ്റ്റേജുകൾ നിങ്ങൾ പഠിക്കുക. മസ്റ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നത് കേട്ടോ. ഈ പറഞ്ഞ ടി പി മാക്സിമം ആകുമ്പോഴാണ് രണ്ടാമത്തെ സ്റ്റേജ് എൻഡ് ചെയ്യുമ്പോഴാണ് മാക്സിമം ആയി മാറുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. ടി പി മാക്സിമം ആകുമ്പോൾ എം പി എന്തായിരിക്കും? ടി പി മാക്സിമം ആകുന്ന സമയത്ത് എം പി എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ആ റിലേഷൻസ് ഒക്കെ പഠിച്ചു വെക്കണം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കേട്ടോ. ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കർവുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കർവുകൾ നമുക്ക് നോക്കാം. ജസ്റ്റ് നോക്കിക്കോളൂ, ഇവിടെ ശ്രദ്ധിക്കുക. ലോങ് റണ്ണിലെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം അപ്വേർഡ് സ്ലോപ്പിംഗ്, പിന്നെ കോൺസ്റ്റന്റ്, പിന്നെ എന്താണ്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് അല്ലേ? നമുക്കറിയാം ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ, കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ ആൻഡ് ഡിമിനിഷിംഗ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറഞ്ഞാണ് ഇതിൽ വരുന്ന കർവ്. നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് ടി സി ടി എഫ് സി ടി വി സി കർവുകളാണ് നമുക്ക് വരുന്നത്. നോക്കിക്കോളൂ, നമ്മുടെ ടി സി ടി വി സി ടി എഫ് സി കർവുകൾ വളരെ ഈസി ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഓൾറെഡി ഒരുപാട് തവണ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷേപ്പ് ഇതാ ഇങ്ങനെയാണ് വരിക അല്ലേ? നമ്മുടെ ഷേപ്പുകൾ ഇങ്ങനെയാണ് വരാറുള്ളത്, ഉറപ്പല്ലേ? അപ്പോൾ നമ്മുടെ ടി സി ടി എഫ് സി ടി വി സി കർവുകളുടെ ഷേപ്പ് മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ ആണല്ലോ? മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത് ടി വി സി കർവ്, ഇത് ടി സി കർവ്, ഇത് ടി എഫ് സി കർവ്. ഷേപ്പ് മസ്റ്റായിട്ട് പഠിച്ചു വെക്കണം. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കിയേ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എ സി എ വി സി എം സി കർവാണ്. ഇതാണ് ഭൂരിഭാഗം പേരും തെറ്റിക്കാൻ പോകുന്ന കർവ്. ഓക്കെ, അത് തെറ്റിക്കേണ്ട ഒരു കാര്യമില്ല, ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും ടോപ്പിൽ വരുന്ന കർവ് നമ്മുടെ എ സി കർവ് ആയിരിക്കും. ഏതായിരിക്കും? എ സി കർവ് ആയിരിക്കും ഏറ്റവും ടോപ്പിൽ വരുന്നുണ്ടാവുക. ഇനി അതിൻ്റെ ഒട്ട് താഴെ കൂടെ വന്നിട്ട് തൊട്ട് മുകളിലേക്ക് വരുന്ന കർവുണ്ട്. അതിൻ്റെ പേരാണ് എന്ത്? നമ്മുടെ എം സി എ ബി സി കർവ്, എ ബി സി കർവ് എന്നറിയപ്പെടുന്നത് അല്ലേ? അപ്പോൾ എ ബി സി കർവ് അതായിരിക്കും വരുന്നുണ്ടാവുക. ഇനി ഇതിൻ്റെ നടുവിലൂടെ തുടങ്ങിയിട്ട് മാത്രം കടന്നു പോകുന്നൊരു കർവുണ്ട്, ഇങ്ങനെ പോകുന്നൊരു കർവുണ്ട്. അതിൻ്റെ പേരാണ് എ എഫ് സി കർവ്. ഏതാണ് കർവിൻ്റെ പേര്? എ എഫ് സി കർവ് എന്ന് പറഞ്ഞു. ഇനി ഇവരുടെയൊക്കെ ഏറ്റവും മിനിമം ലെവലിലൂടെ കട്ട് ചെയ്ത് പോകുന്ന ഒരാൾ, മഹത്തായ ഭീകരനായ ഒരാൾ നമുക്കുണ്ട്. ആരാണ് അയാൾ? ഈ പറഞ്ഞിരിക്കുന്ന ആൾ അല്ലേ? ഈ പറഞ്ഞിരിക്കുന്ന ആളുടെ പേരാണ് എം സി കർവ് അല്ലേ? എം സി കർവ്. അപ്പോൾ ഇങ്ങനെയാണ് കർവുകൾ പഠിച്ചിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ ടി സി എ വി സി എഫ് സി കർവുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇനി ഇതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, ഇതൊക്കെ കൂടുതലായിട്ട് നമുക്ക് പഠിക്കണമെങ്കിൽ മക്കളെ, നാളത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതാണ് പരീക്ഷയ്ക്ക് വരുന്നത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. കാരണം നിങ്ങൾ പറയാൻ പോകുന്ന പോലെ ഇത് പ്രഡിക്ഷൻ ഒന്നുമല്ല. പ്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് ചെയ്യുന്നതാണ്? അത് ഒരു ലോജിക്ക് ഇല്ലാത്ത കാര്യമല്ലേ? പക്ഷേ പ്യുവർ ലോജിക്കലി നമ്മൾ കറക്റ്റായിട്ട് ലോജിക്കലി ക്രിട്ടിക്കലി ആലോചിച്ച് മാത്രം നിങ്ങൾക്ക് തരാൻ പോകുന്ന ഉത്തരങ്ങളാണ് വരുന്നത്. അപ്പോൾ അത് കിട്ടണമെങ്കിൽ മക്കളെ ആകെ ഒരു കാര്യം ചെയ്യേണ്ടുള്ളൂ. നമ്മുടെ +1 പോലെ തന്നെ +2 ലൈവിൽ നിങ്ങൾ സെറ്റായിട്ട് കൂടെ വേണം. എവിടെയാണ്? ഇന്ന് രാത്രി കൃത്യം 9 മണിക്കല്ല, കൃത്യം 7 മണിക്ക് നമ്മുടെ ലൈവ് തുടങ്ങും. ഏതാണ്? +2 ഈ പറയുന്ന ഓണ പരീക്ഷ വരാൻ പോകുന്ന ഷുവർ ക്വസ്റ്റ്യൻസ് മാത്രമുള്ളത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് രാവിലെ എന്തായിരിക്കും? 6 മണിക്ക് നിങ്ങൾക്ക് എന്തായിരിക്കും? റോക്കറ്റ് ലൈവ് കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ മക്കളെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇപ്പം തന്നെ ലൈവിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തുക. എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുക? ഉടനെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നോട്ടിഫിക്കേഷൻസ് എന്ത് ചെയ്യുക? എനേബിൾ ചെയ്തുക. 7 മണിക്ക് ലൈവ് കാണാം. Once again, it's me, Salil Sabin, signing out from Edgewood. Happy learning all. Bye.